ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് കൊല്ലത്ത് ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ വിക്രം സാറൊക്കെ ജൂലൈ 28 അതായത് ഇന്ന് ഉദ്ഘാടനം ചെയ്ത RK വെഡ്ഡിംഗ് മാളിലെ കളക്ഷൻസ് ആണ്. ഒരു അടിപൊളി കളക്ഷൻസ് ഉള്ള ഒരു വെഡ്ഡിംഗ് മാളാണ് കേട്ടോ ഇത്. നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണം. കാരണം ഇതിൽ കളക്ഷൻസ് ഒക്കെ നല്ല വെറൈറ്റിയാണ്. ഞാൻ ഒരുവിധം എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം പോയി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പർച്ചേസ് ചെയ്യാനുള്ള ആളുകളും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്ന ആളുകളൊക്കെ ആയിട്ട് നല്ലൊരു തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. എന്നിട്ട് മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇനിയിപ്പോൾ കാണുന്ന ഒരു കുറച്ച് ക്ലിപ്പിങ്സ് കുറച്ച് സെക്കൻഡ്സ് ഞാനത് ആഡ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇനാഗുറേഷൻ്റെ ടൈമിലൊന്നും വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. അത്രയ്ക്ക് തിരക്കാണ്. ഒന്നും തള്ളും ബഹളമൊക്കെ ആയിരുന്നു. ഒബ്വിയസ്ലി ഗസ്റ്റ് വിക്രം സാറാണ്. അപ്പോൾ പുള്ളിയെ കാണാൻ എന്തായാലും നല്ല തിരക്കുണ്ടായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് പുള്ളിയുടെ വാനാണിത്. ഇതിനകത്ത് പുള്ളി വന്നിട്ട് അത് തന്നെ ബ്ലോക്കായിട്ട് കിടക്കും. അത്രയും തിരക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു ക്ലിപ്പിങ്സ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് പുള്ളിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇനാഗ്രേഷന് പോയ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത വീഡിയോസാണ്. ക്ലാരിറ്റിയും കുറവാണ്. ജസ്റ്റ് ഈ ഒരു RK വെഡ്ഡിംഗ് മാളിനെ കുറിച്ച് ആഡ് ചെയ്യുമ്പോൾ ഈ പോർഷനും കൂടി ചെയ്യണമല്ലോ. ഇതിപ്പോൾ ഞാൻ പോയിട്ട് എടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ്. അതായത് ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞൊരു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് തള്ളു കുറഞ്ഞു വരുന്ന സമയത്ത് പോയതാണ്. ഏകദേശം ഒരു 4 നിലയോളം ഉണ്ടായിരുന്നു ആ ഒരു വെഡ്ഡിംഗ് മാള്. അതിൽ ഓരോ സെക്ഷനും ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ നമ്മുടെ ഫ്ലോറിലുള്ളതാണ് ഈ ഒരു കളക്ഷൻസ് എല്ലാം. നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് നോർമലി കാണാൻ കിട്ടാത്ത തരത്തിലുള്ള ഒരു കളക്ഷൻസ് ആണ് അവിടെ ഉള്ളത്. വെഡ്ഡിങ് പർച്ചേസിങ്ങിന് നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലും, അതായത് അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇതിൽ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്ന്. കാഷ്വൽ വെയേഴ്സ് കുറച്ചൊക്കെ ഉണ്ട്. കൂടുതലും വെഡ്ഡിങ് പർച്ചേസിങ്ങിനാണ് നമുക്ക് നല്ലതായിട്ട് തോന്നുന്നത്. വീഡിയോയിൽ കാണുന്ന കളേഴ്സിന് വേരിയേഷൻ വരുന്നുണ്ട്. നല്ല അടിപൊളി കളേഴ്സാണ് വരുന്നത്. ഈ ഗൗൺ എല്ലാം വെഡ്ഡിങ് റിസപ്ഷൻ അങ്ങനത്തെയൊക്കെ ഓപ്ഷൻസിന് നല്ലതാണ്. നോർമലി ഡിസൈൻ ചെയ്തെടുക്കുന്ന സംഭവങ്ങൾ നമുക്കിവിടെ റെഡിമെയ്ഡായിട്ട് കിട്ടും. ഒരു റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീമിനനുസരിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. അപ്പം ഞാൻ കണ്ടിട്ടില്ല ഇത്രയും നല്ല മനോഹരമായിട്ട് കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ റെഡി ആയിട്ട് പോയി ചെയ്യാൻ. സാധാരണ ഓരോരുത്തരും നമ്മളിപ്പോൾ സെലിബ്രിറ്റീസ് ഒക്കെ ആയാലും ഡിസൈൻ ചെയ്തെടുക്കുന്ന കണക്കത്തെ ഡ്രസ്സുകളാണ് ഇവിടെ ഉള്ളത്. ഈ കളേഴ്സിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. ഇത് ഈ പാവാടയും നമ്മുടെ ക്രോപ്പ് ടോപ്പ് മാതിരിയൊക്കെ ഇടുന്നതാണ്. കളർ ആക്ച്വലി നല്ല ബ്രൈറ്റ് ആണ്. ഈ നമ്മുടെ വീഡിയോയിൽ കാണുന്ന കളേഴ്സ് ഇതെല്ലാം ഈ വലിച്ചു വാരി ഇട്ടിരിക്കുന്ന പോലെ കിടക്കുന്നതെല്ലാം ഓരോരോ സൂപ്പർ ഗൗണുകളാണ്. അത് ആക്ച്വലി ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ വന്നിട്ട് നോക്കിയിട്ട് ഇട്ടിട്ട് പോയിരിക്കുന്നതാണ്. നല്ല അടിപൊളി കളേഴ്സ് ആണ്. അതിപ്പോൾ ഈ ഒരു കിടക്കുന്ന സെക്ഷനിൽ ഒരു 3000 ആ ഒരു റേഞ്ചാണ് ആ ഗൗണൊക്കെ കാണുന്നത്. പിന്നെ ഇതൊരു സാരി സെക്ഷനാണ്. നല്ല അടിപൊളി വെറൈറ്റിയിൽ നമുക്കിത് അവരത് ഡിസ്പ്ലേ ചെയ്ത് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനിതിൽ പ്രൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതിൽ തന്നെ അത് എടുത്തിട്ടുണ്ട്. ആ കിടക്കുന്ന ഗൗണിൽ ഒരെണ്ണത്തിന് 3299 രൂപയായിരുന്നു. പക്ഷേ ഈ ഒരു ഗൗൺ 3299 രൂപയ്ക്ക് നമ്മൾ മേടിച്ചാലും ഒരു 6000 7000 ഒരു 10,000 വരെയൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിൽ ബ്യൂട്ടിഫുള്ളാണ് അത് കാണാനായിട്ട്. ആ ഒരു സെക്ഷൻ്റെ ഈ ഒരു ഗൗണാണ് നിങ്ങൾക്ക് ഞാനൊരു 3299 രൂപയ്ക്ക് നേരത്തെ കാണിച്ചത്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗൗണാണ്. വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ബ്രൈറ്റ് ആണ്, ഷൈനിങ് ആണ്. നല്ല വർക്കുകളാണ് അതിൽ ഓരോന്നുള്ളതും. ശരിക്കും എംപ്ലോയീസ് ഉണ്ട് അവിടെ. അപ്പോൾ അവരെല്ലാം തന്നെ എല്ലാവർക്കും കാണിച്ചു തരും. ഇതൊരു വെഡ്ഡിങ് സാരി സെക്ഷനാണ്. ഒത്തിരി കളേഴ്സിൽ നല്ല വെറൈറ്റിയിൽ ഇപ്പോഴത്തെ മോഡൽ സാരികളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ അറിയാമല്ലോ, ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നതാണ്, കളർ വേരിയേഷൻസ് വരും. നല്ല സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ട 2 സാരികളായി കിടക്കുന്നത്. ഇതിൽ ഈ ഒരു ഗ്രീനൊക്കെ നല്ല അടിപൊളി സാരി ആട്ടോ. ഈ സാരിയുടെ പ്രൈസ് റേഞ്ചാണ് ഒരു 10,000 ഒക്കെ അടുപ്പിച്ച് വരുന്നത്. അപ്പോൾ ഒരു വെഡ്ഡിങ് സാരി ആകുമ്പോൾ കുറേ പേരൊക്കെ ആ ഒരു റേഞ്ചിലൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സാരിയാണത്. സൂപ്പറാണ്. പിന്നെ വീണ്ടും ആക്ച്വലി ഈ ഗൗണൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്നതായാലും തന്നെ മറന്നു. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ. ഇതൊക്കെ നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. വീഡിയോയിൽ ഇങ്ങനെ ഒരു മങ്ങിയതുപോലെ കാണുന്നെങ്കിലും നല്ല ഡീപ്പ് ബ്ലാക്ക് ആയിട്ടുള്ളൊരു ഡ്രസ്സാണത്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയുള്ള കാര്യങ്ങളാണ് നിങ്ങളെ കാണിച്ചത്. തൊട്ട് മുകളിലത്തെ സെക്ഷനിൽ കിഡ്സ് ആണ്.
അതും നമുക്ക് കാണാൻ കിട്ടാത്ത രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്കുകൾ ഏത് ഏജിലുള്ള കുട്ടികൾക്ക് ആണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയതും കാഷ്വൽ വെയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കിടക്കുന്ന ഒരു ഫ്രോക്കിൻ്റെയൊക്കെ റേഞ്ച് ഒരു 699-700 വരുന്നതാണ് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഒരു 700 റേഞ്ചാണ് ഈ കിടക്കുന്ന ഫ്രോക്കുകൾക്കൊക്കെ. ഇതൊക്കെ ഒരു കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നല്ല അടിപൊളി കളക്ഷനാണ്. ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഒരു ഫ്ലോറ് മൊത്തം ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നോക്കാനായിട്ട്. ഓരോ ഫ്രോക്കുകളും ഓരോ മോഡലും നമ്മളുടെ പ്രൈസ് റേഞ്ചിൻ്റെ അനുസരിച്ച് നമുക്ക് നോക്കിയെടുക്കാം. ഇത്രയും ഫ്ലെയർ ഉള്ള ഈ ഒരു ഫ്രോക്കിന് 1000 റുപ്പീസാണ്. അപ്പോൾ അതനുസരിച്ച് ഒരുപാട് വെറൈറ്റി, എനിക്ക് ഒത്തിരി കളക്ഷൻസ് ഉള്ളതായിട്ടാണ് തോന്നിയത്. പിന്നെ ആ ഒരു സെക്ഷനിൽ തന്നെ ബാഗ്സ്, ഹാൻഡ് ബാഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വെഡ്ഡിങ്ങിന് സ്യൂട്ടായിട്ട് പോണ ബാഗുകളുണ്ട്. ഈ ബാഗിനൊരു 1000 റുപ്പീസാണ്. ഇതൊക്കെ കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇങ്ങനത്തെ ബാഗുകളും ഡ്രസ്സുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാനായിട്ട് സ്റ്റീലിൻ്റെ തന്നെ ബോട്ടിലുകൾ, പിന്നെ അവർക്കുള്ള ഗിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട്. നമുക്കിപ്പോൾ ഒരു ബേബിയെ കാണാൻ പോകുമ്പോൾ കോമൺ ആയിട്ട് ഡ്രസ്സ് മേടിച്ചുകൊണ്ട് പോകുന്നതിനേക്കാൾ വെറൈറ്റി ആയിട്ട് ഇങ്ങനത്തെ കുറേ ഗിഫ്റ്റിംഗ് ഹാമ്പേഴ്സ് പോലെ അവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ജെൻസിന് കല്യാണത്തിനൊക്കെ ഇടുന്ന, കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ ഗ്രൂംസും ബ്രൈഡും ഒക്കെ ഇടുന്ന ചെരുപ്പിനൊക്കെ പ്രത്യേകത കൊടുക്കുന്നത്. അപ്പം അതിൽ ഈ ജെൻസിന് കല്യാണത്തിന് ഇടാൻ പറ്റുന്ന ആ ഒരു ഷൂ മോഡലത്തെ വർക്കുള്ള ചെരുപ്പുകൾ, പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത്, അല്ലാതെ പല ടൈപ്പ് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് ബൂട്ട്സ് പോലെയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ജെൻസിന് വേണ്ടിയിട്ട് ബ്രാൻഡഡ് ഷർട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. ഈ എലൻസോളി പോലുള്ള ബ്രാൻഡഡ് ഷർട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ എപ്പോഴും എല്ലാവർക്കും ഒരു പരാതി ഉണ്ടല്ലോ, ആൺകുട്ടികൾക്കുള്ള ഓപ്ഷൻസ് കുറവാണെന്ന്. പക്ഷേ ഇവിടെ ആൺകുട്ടികളുടെ ഷർട്ട്സിലൊക്കെ തന്നെ ഒത്തിരി ഓപ്ഷൻസ് നമുക്കിവിടെ ഉണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയലും വർക്കിലും വരുന്ന ഡ്രസ്സ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ കാണുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ആൺകുട്ടികൾക്കൊക്കെ കല്യാണത്തിനൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഓപ്ഷൻസ് ആണ് ഈ കിടക്കുന്നതെല്ലാം. അപ്പോൾ അങ്ങനെ ബെൽറ്റ് ഉണ്ട്, നമുക്ക് സ്പെക്സ്, ഷോ ഗ്ലാസ് കണക്കൊക്കെ വയ്ക്കാനുള്ള ഗ്ലാസ്സുകളുണ്ട്. ഇതിപ്പം ജെൻസിന് വേണ്ടുന്ന മുണ്ടും ആ ഒരു ജുബ്ബ സെക്ഷനാണ്. പിന്നെ അവർക്ക് വേണ്ടുന്ന കല്യാണത്തിന് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകൾ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉള്ളതാണ് ഇതെല്ലാം. ഇപ്പോൾ കേരളത്തിൽ ഇതെല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വെൽവെറ്റ് മെറ്റീരിയലിൻ്റെയാണ്. അങ്ങനെ പല മെറ്റീരിയലിൻ്റെയും നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് ഒരു നോർമൽ ഒരു കടയിൽ ചെന്നാൽ ഇത്രയും വെറൈറ്റി ആയിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ആയിട്ട് നമുക്കിങ്ങനത്തെ ഡ്രസ്സുകളെല്ലാം കാണാൻ പറ്റും. നല്ല രീതിയിൽ അവരത് ഷോക്കേസ് ചെയ്തിട്ടുമുണ്ട്. ജെൻസിൻ്റെ വെഡ്ഡിങ് ഡ്രസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കിടക്കുന്ന ഒരു ഷർവാണിയാ തോന്നുന്നു, എനിക്കിത് പറയുന്ന പേരറിയില്ല. സൂപ്പറായിട്ട് ഒരു ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കല്യാണ ചെക്കൻ്റെ ഫ്രണ്ട്സിന് ഒരേപോലെ അവർ യൂണിഫോം പോലെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന ടൈപ്പ് ഡ്രസ്സാണ് ഈ കിടക്കുന്നത്. ഇതിനെന്ന് പറയുമ്പോൾ 2395 രൂപയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ റേറ്റ്. നോർമലി ഇപ്പം ഈ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നായാലും ചെറുക്കൻ്റെ വീട്ടിൽ നിന്നായാലും ഫ്രണ്ട്സൊക്കെ ഒരേപോലത്തെ ഡ്രസ്സ് എടുത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇടുന്ന ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സാണത്. പിന്നെ അങ്ങനെ ഒത്തിരി, പിന്നെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലാണ് കുറച്ച് ടെഡി ബിയർ പോലുള്ള ടോയ്സും, പിന്നെ മാക്സി, ലേഡീസിന് വേണ്ടുന്ന മാക്സികൾ, നൈറ്റി, അതും പിന്നീട് പാൻറ്റീസ് പോലുള്ള ഐറ്റംസും. ആ ഒരു തിരക്കിനിടയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ഒരു തവണ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പർച്ചേസിങ്ങിന് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോയാലും കുഴപ്പമൊന്നുമില്ല, കാരണം അതിപ്പോൾ ഇനാഗുറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വെഡ്ഡിങ്ങിനൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. നല്ല അഫോർഡബിളായിട്ട് എന്ന് പറയാൻ, അഫോർഡബിൾ എന്നല്ല, ഇപ്പോൾ നമുക്ക് ഒരു 3000 ഇതുപോലത്തെ ഒരു ഗൗൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാളും തോന്നിക്കും റേറ്റ്. അത്രയ്ക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.